ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അല്ലു അർജുൻ്റെ മോസ്റ്റ് അവൈറ്റിംഗ് സിനിമയായ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്ന മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. KGF എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം, അതും ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ആയതിനു ശേഷം, ഈ സിനിമയുടെ സംവിധായകനായ സുകുമാർ ഫുൾ തിരക്കഥ മാറ്റി എഴുതി എന്നാണ് അന്ന് അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നത്. സിനിമ ഇറങ്ങുന്നത് ഡിസംബർ മാസം 5-ാം തീയതിയാണ്. പുഷ്പയുടെ ഒന്നാം ഭാഗം ഹിറ്റായി. സിനിമേനകത്ത് അത്യാവശ്യം നല്ലൊരു കഥയുണ്ട്, നല്ലൊരു സ്റ്റോറി ലൈനും കൂടിയാണ്. പക്ഷേ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് എൻ്റെ മോനെ മെയിനായിട്ട് ഒരു പോസിറ്റീവ് സൈഡിൽ എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നത് നമ്മുടെ ഫഹദിൻ്റെ റോള് തന്നെയാണ്. എൻ്റെ മോൻ ഒരു എക്സ്ട്രീം ലെവൽ സൈക്കോ തന്നെയായിരിക്കും. അല്ലു അർജുൻ ഒരു പെർഫെക്റ്റ് വില്ലൻ തന്നെയാണ്. നേരെ അങ്ങ് ലോക്കലല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കത്തി എന്ന സാധനം ഉണ്ടാവും. അതുകൊണ്ട് സിനിമ കാണാൻ പോകുന്ന സമയത്ത് ലോജിക് എന്ന സാധനം തൊട്ട് ഫ്രണ്ടിൽ ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ടാകും, അതിലേക്ക് ഞെട്ടത്തിന് ശേഷം സിനിമ കാണാൻ കയറിയാൽ മതി. അല്ലെ, പറഞ്ഞു വരുന്നത് ട്രെയിലർ കൊള്ളത്തില്ലെന്നല്ല, എനിക്ക് പേഴ്സണലി ഇച്ചിരി ആവറേജ് ആണ്. സിനിമ ഇറങ്ങുമ്പോൾ എന്താവുന്ന ഒരു പൊടുത്തം വരുന്നില്ല. KGFൻ്റെ സക്സസിന് ശേഷം സുകുമാരൻ തന്നെ തിരക്കഥ അടപടലെ തിരുത്തി എഴുതിയെന്നാണ് അപ്ഡേറ്റുകൾ വന്നിരുന്നത്. അതുകൊണ്ട് എന്താവുമെന്ന് ഇപ്പോൾ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. പിന്നെ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസിൽ നമ്മുടെ ശ്രീലീല വരും. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡാൻസറും നല്ലൊരു ആക്ട്രസും കൂടിയാണ് ശ്രീലീല. അതുകൊണ്ട് അതെൻ്റെ പേഴ്സണലി എനിക്ക് ശരിക്കും ഒന്നാം ഭാഗത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടാം ഭാഗം ഒരു ഹ്യൂജ് ബഡ്ജറ്റിലാണ് വരുന്നത്. പിന്നെ ഈ അടിയും പുകേൻ്റെ ഇടയിൽ ഇച്ചിരി ആശ്വസിക്കാൻ വേണ്ടി കുറച്ച് കോമഡി സീൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.